കേരള സർക്കാരിൻ്റെ പുതിയ സംരംഭമാണ് ഇന്ദ്ര സോളാർ ക്രൂയിസ്. ഇത് 100% സോളാറിൽ വർക്ക് ചെയ്യുന്ന ബോട്ട്. 100% സോളാറിലാണ് വർക്ക് ചെയ്യുന്നത്. AC ഒക്കെ ഉള്ള അസാധ്യമായിട്ട് ചെയ്തേക്കുന്ന ഒരു വർക്കാണ് ഈ ബോട്ട്. അപ്പോൾ കേരള സർക്കാരിൻ്റെ ഏറ്റവും നല്ല പദ്ധതികളിൽ ഒന്നെന്ന് പറയാൻ പറ്റിയ ഒരു കാര്യമാണ് ഈ വാട്ടർ മെട്രോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമ്മൾ കാണുന്നതാണ് ബോട്ട്, മേളിൽ കാണുന്ന മൊത്തം സോളാർ പാനൽസ് ആണ്. ഈ സോളാറിലാണ് ഈ ബോട്ടിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അത് AC ആണ്, ഫുൾ AC ആണ് ബോട്ട്. ഞാൻ അകത്തേക്ക് കയറി കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമ്മുടെ എയർ ഇന്ത്യ ഫ്ലൈറ്റിലൊക്കെ കയറുന്ന പോലുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. 3ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്ന സീറ്റാണ്. വളരെ മനോഹരമായി ചെയ്തേക്കുന്ന സീറ്റ്, കുഷ്യൻഡ് സീറ്റ്, പുഷ് ബാക്ക് സീറ്റാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പിന്നിലായിട്ടാണ് ഇതിൻ്റെ ബാത്റൂം സജ്ജീകരണങ്ങളൊക്കെ വരുന്നത്. ബാത്റൂമിൻ്റെ കാര്യം നമ്മൾ പറയുവാണെങ്കിൽ വളരെ നീറ്റായിട്ട്, വളരെ ക്ലീൻ ആയിട്ട് ഇട്ടേക്കുന്ന ബാത്റൂം. വാഷ് ബേസിനുണ്ട്. അകത്തേക്ക് കയറി കഴിഞ്ഞാൽ വളരെ നീറ്റായിട്ട് യൂറോപ്യൻ ക്ലോസറ്റാണ് വരുന്നത്. ഒരാൾക്ക് കഷ്ടിച്ചിരിക്കാൻ പറ്റുന്ന ചെറിയ രീതിയിലാണ് അവർ ചെയ്തേക്കുന്നതെങ്കിലും വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ടത്. നമ്മൾ ബോട്ടിനകത്ത് നിന്ന് നോക്കുന്ന ചിത്രീകരണമാണ് ഈ കാണുന്നത്. ഈ ബോട്ടിനകത്ത് നോക്കുമ്പോൾ ഇങ്ങനെയാണ് ബോട്ടിൻ്റെ അകം ഉള്ളത്. വളരെ മനോഹരമായി, വളരെ നല്ല AC ഉള്ള, നമുക്ക് ചാർജിങ് പോയിന്റ് വരുന്നുണ്ട്. എല്ലാ സീറ്റിൻ്റെ ഇടയ്ക്കിലും ചാർജിങ് പോയിന്റ് വരുന്നുണ്ട്. നല്ല മനോഹരമായ AC, നല്ല മനോഹരമായ മ്യൂസിക് സിസ്റ്റംസ് ചെയ്തിട്ടുണ്ട് അവർ. വളരെ വളരെ സുഖകരമായി പാട്ട് കേട്ടുകൊണ്ട് കുഞ്ഞ് ഡാൻസ് തുടങ്ങിയിട്ടുണ്ട്. വളരെ മനോഹരമായ രീതിയിലാണ് ചെയ്തേക്കുന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ടാണ് ആക്ച്വലി വാട്ടർ മെട്രോയിൽ കയറുന്നത്. നമ്മളവിടെ ചെല്ലുമ്പോൾ ഈ സാധാ ബോട്ടായിരുന്നു അവിടെ കിടന്നിരുന്നത്. അപ്പോൾ നമുക്കതിൽ കയറണോ, ഫാമിലി ആയിട്ട് കയറാൻ പറ്റുമോ, ഒരുപാട് റഷ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫാമിലി ആയിട്ട് കയറാൻ പറ്റുമോ എന്ന് ഇങ്ങനെ മടിച്ചു നിന്നപ്പോഴാണ് അവർ വന്നിട്ട് ഇതുപോലെ പറഞ്ഞത് നമുക്ക് വാട്ടർ മെട്രോ ഉണ്ട്, ഇതേപോലെ ഫുൾ സോളാറിൽ വർക്ക് ചെയ്യുന്ന അതുണ്ടെന്ന് പറഞ്ഞത്. ഇപ്പം നമ്മൾ അവിടെ നിന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, മേളിലൊന്ന് കയറിയാൽ കുറച്ചുകൂടെ സെറ്റായിരിക്കും എന്നുള്ള രീതിയിലാണ് മേളിലേക്ക് കയറി ചെന്നത്. പിന്നിൽ തന്നെയാണ് മേളിലേക്ക് കയറാനുള്ള വാതിലുള്ളത്. കയറി കഴിഞ്ഞപ്പോഴാണ് വളരെ മനോഹരമായ ഒരു സൈറ്റ് സീയിങ് കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റിയത്. എന്ന് വെച്ചാൽ AC-യിൽ ഇരുന്ന് നമ്മൾ യാത്ര ചെയ്യുന്നതിനെക്കാട്ടിലും വളരെ ബെറ്ററായിട്ട്, വളരെ ഇപ്പോൾ AC-യിലിരുന്ന് യാത്ര ചെയ്യുമ്പം സാധാരണ നമ്മൾ ട്രെയിനിലും ബസ്സിലും ഒക്കെ AC-യിലിരുന്ന് യാത്ര ചെയ്യുമ്പോഴാണ് നമുക്കൊരു സുഖകരമായ ഒരു ഫീലിംഗ് ഉണ്ടാവുന്നതെങ്കിൽ, ബോട്ടിൽ പോകുമ്പോൾ നമ്മൾ ഇതേപോലെ നാച്ചുറൽ വിൻഡ് എന്ന് പറയുന്നത് നല്ല ഹെവി ആയിട്ടാണ് കിട്ടുന്നത്. അസാധ്യമായിട്ട് ഞാൻ വിചാരിച്ചു ഭയങ്കര ചൂടായിരിക്കുന്നു മേളിൽ. പക്ഷേ സോളാർ പാനൽ മേളിലുള്ളത് കൊണ്ട് തന്നെ വളരെ സുഖകരമായ ഒരു യാത്രയാണ് കിട്ടിയത്. ഗ്രേറ്റ് ഈസ്റ്റേൺ എന്ന് പറയുന്ന ഷിപ്പാണ്, ഇന്ത്യൻ മെയ്ഡ് ഷിപ്പാണത്. ഒരുപാട് ഷിപ്പുകൾ നമുക്കവിടെ കാണാൻ പറ്റും. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബോൾഗാട്ടി പാലസ് ആണ് നമ്മൾ കാണുന്നത്. ബോൾഗാട്ടി പാലസിന് തൊട്ട് ചേർന്നാണ് ഈ ബോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് ബോൾഗാട്ടി പാലസിൻ്റെ ഒരു വ്യൂ നമുക്ക് കിട്ടും. ഫ്രണ്ട് വ്യൂ നമുക്ക് കിട്ടുന്നതാണ്. വളരെ മനോഹരമായിട്ട് നമുക്ക് കണ്ട് ആസ്വദിച്ച് കാറ്റൊക്കെ കൊണ്ട്, നല്ല ഇളം കാറ്റൊക്കെ കൊണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ കഴിയും. വളരെ മനോഹരമായ രീതിയിലാണ് അത് ബോട്ട് ചെയ്തേക്കുന്നതും ആ ബോട്ടിൻ്റെ സഞ്ചാരഗതിയും സഞ്ചാരപാതയും വളരെ മനോഹരമായിട്ട് അവർ നിശ്ചയിച്ചേക്കുന്നത്. എല്ലാ സീനുകളും നമുക്ക് വളരെ മനോഹരമായി കണ്ടുപോകാൻ പറ്റുന്ന രീതിയിലാണ് അവർ ചെയ്തേക്കുന്നത്. അപ്പോൾ ബോൾഗാട്ടി പാലസിൻ്റെ വ്യൂ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗ്രാൻഡ് ഹയാത്തിൻ്റെ ആ സൈഡിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹോട്ടൽ ഗ്രാൻഡ് ഹയാത്ത് നമുക്ക് കാണാൻ പറ്റും. ഗ്രാൻഡ് ഹയാത്തിനോട് ചേർന്ന് കാണുന്നത്, ഞാൻ ആദ്യമായിട്ടാണ് ഈ ലുലുവിനൊരു കൺവെൻഷൻ സെൻറ്റർ ഉണ്ടെന്ന് അറിയുന്നത്. ഗ്രാൻഡ് ഹയാത്തിനോട് ചേർന്നൊരു കൺവെൻഷൻ സെൻറ്റർ ലുലുവിൻ്റെ ഉണ്ട്. ഗ്രാൻഡ് ഹയാത്തിലെ പാസഞ്ചേഴ്സിന് പോകാനുള്ള അവരുടെ സ്വന്തം ബോട്ടാണ് വാതിൽക്ക് കിടക്കുന്നത്. ലുലു കൺവെൻഷൻ സെൻറ്റർ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് ആക്ച്വലി ലുലുവിന് ഇങ്ങനെ ഒരു കൺവെൻഷൻ സെൻറ്റർ ഉണ്ടെന്ന്. വളരെ ചൂടാണെങ്കിലും ആളുകൾ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ ചെല്ലുമ്പോൾ വളരെ ചൂടായിരുന്നു, ആ ഏരിയയിൽ ഭയങ്കര ചൂടായിരുന്നു. അപ്പം വേറെയും ബോട്ടുകൾ, ഇത് പ്രൈവറ്റ് ബോട്ടുകളാണ്, വേറെയും ബോട്ടുകൾ വഴി സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ തിരിച്ച് നമ്മൾ അവിടുന്ന് ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലിനടുക്ക് നിന്ന് തിരിച്ചിട്ടാണ് വരുന്നത്. തിരിച്ച് വരുമ്പം നമുക്ക് ഷിപ്പിനോട് ചേർന്ന് അവർ ഈ ബോട്ട് സഞ്ചരിക്കുന്ന ഷിപ്പിനോട് ചേർന്നാണ്. ദൂരെ നിന്ന് നോക്കുമ്പോൾ വളരെ ചെറുതാണെന്ന് തോന്നുമെങ്കിലും അടുത്ത് വരുമ്പോഴാണ് ഭീമാകാരമായ ഷിപ്പാണ് നമുക്ക് മനസ്സിലാവുന്നത്. വീഡിയോയിൽ നിങ്ങൾക്ക് എത്രമാത്രം ഇത് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. MSC എന്ന് പറയുന്ന ഷിപ്പാണ്. ഇതും ഇന്ത്യൻ മെയ്ഡാണ്. ഇപ്പോൾ 3 ഷിപ്പ് നമ്മൾ കണ്ടത് മൊത്തം ഇന്ത്യൻ മെയ്ഡ് ഷിപ്പുകളാണ്. വളരെ ഷിപ്പെല്ലാം ഇതിൽ ഭാരത് ബെൻസിൻ്റെ വണ്ടികളാണ് അവർ അൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷിപ്പെല്ലാം സ്റ്റാർട്ടിങ്ങിൽ തന്നെയാണ് ഉള്ളത്. വളരെ ഭീമാകാരമായ ഷിപ്പാണ്. നമ്മൾ കാണുമ്പം വളരെ ചെറുതാണെന്ന് തോന്നുമെങ്കിലും ഭീമാകാരന്മാരായ ഷിപ്പാണ്. കണ്ടില്ലേ, MSC സിൽവർ 2 മൺറോവിയ. ഇത് ഇന്ത്യൻ ഷിപ്പല്ല കേട്ടോ.
ഈ കിടക്കുന്ന ഇന്ത്യൻ ഷിപ്പാണ് വരദ. വളരെ മനോഹരമായ കാഴ്ചകളാണ്. സത്യത്തിൽ ഞാൻ ഈ ഷിപ്പൊക്കെ ആദ്യമായിട്ടാണ് അടുത്ത് കാണുന്നത്. ഷിപ്പിലൊക്കെ കയറണം, ഷിപ്പിൽ യാത്ര ചെയ്യണമെന്നൊക്കെ എനിക്ക് ഭയങ്കരമായ ആഗ്രഹമുണ്ടെങ്കിലും ഇപ്പോഴാണ് ഞാൻ ഷിപ്പൊക്കെ അടുത്ത് കാണുന്നത്. വളരെ മനോഹരമായ കാഴ്ചകളായിരുന്നു. നിങ്ങൾ കൊച്ചിയിലൊക്കെ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇതേപോലെ ഈ വാട്ടർ മെട്രോ ആസ്വദിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ എന്നുവെച്ചാൽ വളരെ ചിലവ് വളരെ കുറവുമായിരുന്നു. 180 രൂപയേ ഉള്ളായിരുന്നു ഒരാൾക്ക്. പെർ ഹെഡ് 180 രൂപയ്ക്കാണ് ഏകദേശം 1 മണിക്കൂർ 45 മിനിറ്റോളം നമുക്കൊരു നല്ലൊരു ക്രൂസിൽ നല്ലൊരു വ്യൂ കിട്ടി നമുക്ക് സഞ്ചരിക്കാൻ കഴിയും. 180 രൂപയാണ് പെർ ഹെഡ് വന്നത്, ഫുൾ AC-യിൽ. ഇപ്പോൾ നമുക്ക് വളരെ മനോഹരമായ കാഴ്ചകൾ കണ്ട് വളരെ മനോഹരമായ വ്യൂയിലൂടെ നമുക്കൊന്ന് കറങ്ങിയടിച്ച് വരാൻ പറ്റും. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ കൊച്ചിയൊക്കെ സഞ്ചരിക്കുകയാണെങ്കിൽ, കൊച്ചിയിലൊക്കെ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇതിൽ കയറി മനോഹരമായി ചെയ്യണം. പിന്നെ അവിടുത്തെ സ്റ്റാഫിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല സൂപ്പർ അടിപൊളിയായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റാഫാണ്. എൻ്റെ മോൻ ഇതിലൊന്നും ഇരിക്കണം എന്നൊരാഗ്രഹം പറഞ്ഞപ്പോൾ അവർ ഇരുത്തി. അങ്ങനെ അത് വളരെ മനോഹരമായി വളരെ സൂപ്പറായിട്ട് നമ്മളോട് കോപ്പറേറ്റ് ചെയ്യാനുള്ള സ്റ്റാഫാണ് അതിലുണ്ടായിരുന്നത്. പിന്നെ പറയേണ്ടതായിട്ടുള്ളത്, വന്നിറങ്ങിയപ്പോൾ ഇനി ബംഗാളിലാണോ വന്നിറങ്ങിയതെന്നൊരു ചിന്തയായിപ്പോയി. കാരണം മൊത്തം ബംഗാളികൾ, ആ ജെട്ടി മുഴുവൻ ബംഗാളികൾ. അപ്പോൾ ഇതോടുകൂടി എൻ്റെ കുട്ടി വീഡിയോ അവസാനിച്ചിരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.